ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്നത്തെ മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ മാർക്കറ്റ് ആയിരുന്നു അല്ലേ? മാർക്കറ്റ് ഒന്നൊരു പൊട്ടും എന്നൊരു ധാരണ ഇന്നലെ വൈകുന്നേരം യു എസ് മാർക്കറ്റിൻ്റെ ഒരു പ്രതീതി കണ്ടപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഇന്ന് പൊട്ടും എന്നൊരു ധാരണ നമുക്കുണ്ടായിരുന്നു, എനിക്കടക്കം. കാരണം ഇന്നലെ ഏകദേശം ഒരു 150 പോയിൻറ്റോളം ഗിഫ്റ്റ് നിഫ്റ്റി രാത്രിയിൽ പൊട്ടിയായിരുന്നു. പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്കും അത് തിരിച്ച് റിക്കവറായി നമ്മുടെ മാർക്കറ്റ് ഏകദേശം ഒരു 50 പോയിൻറ്റ് 60 പോയിൻറ്റ് കണ്ട് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ശരിയല്ലേ? ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് 100 പോയിൻറ്റിൻ്റെ ഒരു ഫോൾ നമുക്ക് തന്നു. ഏകദേശം 120 പോയിൻറ്റിൻ്റെ ഉള്ള ഒരു ഫോൾ നമുക്ക് തന്നതിന് ശേഷം മാർക്കറ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് തിരിച്ച് മാർക്കറ്റ് വീണ്ടും അതുപോലെ തന്നെ ഒരു 150 പോയിൻറ്റിൻ്റെ ഒരു അപ്സൈഡ് നമുക്ക് തന്നു. അപ്പം ഇതിനകത്തിൽ ഒരു ട്രേഡെന്ന് പറയാൻ വളരെ റിസ്കി ട്രേഡുകൾ മാത്രമേ ഉള്ളൂ ഇതിനകത്തിൽ, ഇല്ലേ? നമുക്ക് അറിയത്തില്ല മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റിന് ബിഹേവിങ് അനുസരിച്ച് നമുക്ക് ഒരിക്കലും മാർക്കറ്റിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പലരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച്, ചേട്ടാ എന്താണ് ഇടയ്ക്ക് നേരത്തെ മാതിരി ലെവലുകൾ എന്താണ് അപ്ഡേറ്റ് ചെയ്യാത്ത ഗ്രൂപ്പിലെന്ന് ചോദിച്ചു. ഞാനൊരു സഹോദരങ്ങളെ നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കാം. ഞാൻ എന്ത് കണ്ടിട്ടാണ് നിങ്ങളോടൊരു ലെവൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത്? എനിക്കൊരു കൺവിക്ഷൻ വരണ്ടേ? എനിക്കൊരു കൺവിക്ഷൻ ഇല്ലാതെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ലെവൽ അപ്ഡേറ്റ് ചെയ്ത് തരും? അത് റോങ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസിൽ വരത്തില്ലേ? അപ്പം ലോസ് വരുത്തുന്നതിനേക്കാളും നല്ലത് അനങ്ങാതിരിക്കുന്നതല്ലേ നല്ലത്. ഇതേ സാഹചര്യങ്ങൾ പലതും നല്ല മോമെൻ്റ് ഉള്ളപ്പോഴും അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഡിക്ഷൻ ഫീസിബിലിറ്റി ഉള്ളപ്പോഴൊക്കെ നിങ്ങൾക്ക് ഞാൻ ലെവലുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇല്ലേ? അതനുസരിച്ച് മാർക്കറ്റ് പോയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഇൻട്രാഡേ ലെവലിൽ ഒരു ലെവലുകൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനോ പറയാനോ പറ്റത്തില്ല. കാരണം നമ്മൾ വിചാരിക്കുന്ന രീതിക്കായിരിക്കത്തില്ല മാർക്കറ്റ് പോകുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മളെ മാർക്കറ്റ് മോഹിപ്പിക്കും, ഇല്ലേ? അതിനുശേഷം എന്താ സംഭവിക്കുന്നത് നമുക്ക് തന്നെ അറിയത്തില്ല. നമുക്ക് ഹ്യൂജ് ലോസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ മാർക്കറ്റിൽ. മനസ്സിലായി? നിങ്ങൾ നോക്കിക്കേ, രാവിലെ 50 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, 120 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗൺ തന്നു. പിന്നെ അവിടുന്ന് അതുപോലെ തന്നെ മാർക്കറ്റ് തിരിച്ചു കയറി, ഇല്ലേ? തിരിച്ചു കയറി നമ്മളുടെ അതേ ലൈനിൽ റെസിസ്റ്റൻസ് എടുത്ത് ഒരു താഴോട്ടൊരു വീണ്ടും ഒരു ചെറിയ ഫോൾ തന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഇവിടുന്ന് നേരെ തിരിച്ച് കയറി. അപ്പം ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിക്കണ്ട് ട്രേഡ് എടുത്ത് 10, 20, 25, 30 പോയിൻറ്റ് കിട്ടിയില്ല പ്രോഫിറ്റ് എടുത്ത് മാറുക അല്ലാതെ ഒരു ലോങ് ടൈമിലേക്ക് അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറത്തേക്കൊന്നും ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഇപ്പോഴത്തെ മാർക്കറ്റിലില്ല. 5 10 മിനിറ്റ് നേരം അല്ലെങ്കിൽ 15 മിനിറ്റ് നേരം ഹോൾഡ് ചെയ്ത് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അതും കൊണ്ട് മേടിച്ച് വീട്ടിൽ പോകാന്നുള്ളതല്ലാതെ നമുക്ക് സ്ഥായിയായിട്ടൊരു ഒരു ട്രെൻഡ് നമുക്കൊരിക്കലും കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. നമുക്കങ്ങനെ പറ്റത്തില്ല. കാരണം ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇങ്ങോട്ട് വന്നു, പിന്നെയും താഴോട്ട് വന്നു, മേലോട്ട് പോയി, പിന്നെ ഇതുപോലെ താഴോട്ട് വന്നു, മേലോട്ട് പോയി, പിന്നെ താഴോട്ട് വന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു കൺഫർമേഷൻ ഇല്ല, ഇല്ലേ? കൺഫർമേഷൻ ഇല്ല. നമ്മൾ ട്രേഡിന് ഇറങ്ങി തിരിച്ചിട്ട് യാതൊരു കാര്യമില്ല, പൈസ കളയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ ഇനിയിപ്പം നമ്മൾ നോക്കേണ്ട എല്ലാം ഈ ന്യൂസിൻ്റെ പുറത്താണ്. അപ്പോൾ ഇന്ന് JD വാൻസ് 2-3 ദിവസത്തേക്ക് നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പം ഇദ്ദേഹം പല നമ്മുടെ മന്ത്രിമാരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് പല ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഒരു കമൻറ്റ് പുള്ളിയുടെ വായിൽ നിന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് പറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേങ്കിൽ പറക്കും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഒരു ഡേ ചാർട്ടിലോട്ട് വന്ന് നോക്കാം. ഒരു കാര്യം നിങ്ങളോട് കറക്റ്റായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഡേയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കഴിഞ്ഞ ഇതാണൊരു ബോട്ടം, ഇല്ലേ? ഇതാണൊരു ബോട്ടം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത്. ഇതാണൊരു ബോട്ടം, ഇല്ലേ? ഈ ബോട്ടത്തിൻ്റെ അവിടെ എത്ര ദിവസം? 1 2 3 4 5 6 7 8 9 ദിവസം കൊണ്ട് എത്ര പോയിന്റ് ഇത് ട്രാവൽ ചെയ്ത് നോക്കി? ഏകദേശം 2500 പോയിന്റ്. ഓക്കെ, 2500 പോയിന്റ് ഈ 9 ദിവസം കൊണ്ട് നിഫ്റ്റി ട്രാവൽ ചെയ്തു. ഇവിടുന്ന് 9 ദിവസം കൊണ്ട് ഒരു ഡൗൺ ട്രെൻഡ് പോലും തരാതെ 9 ദിവസം കൊണ്ട് 2500 പോയിന്റ്, ഏകദേശം 10% മുകളിൽ, 10.5% മാർക്കറ്റ് ഒറ്റ സ്ട്രെച്ചിൽ മേലോട്ട് പോയി. ഇത് ഒരിക്കലും ഇത് ഒരു നല്ല കാര്യം അല്ല എന്ന് മാത്രമേ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയത്തുള്ളൂ. കാരണം
ഒരിക്കലും ഇങ്ങനെ കുത്തനെ ഞാൻ എപ്പോഴും പണ്ടൊക്കെ എന്നെ നേരത്തെ തൊട്ടേ ഫോളോ ചെയ്യുന്നവർക്കറിയാം. ഞാനൊരു ഭാഷ ഉപയോഗിക്കും. എന്താ അറിയാമോ? കൊടിമരം. കൊടിമരം പോലെ പോകുന്ന ഒരു മാർക്കറ്റ് ഒരിക്കലും ഒരു ഹെൽത്തി മാർക്കറ്റ് അല്ല. നമ്മൾ ആ കാര്യം മനസ്സിലാക്കണം. ഇതിപ്പോൾ എന്താ കൊടിമരം പോലെ നേരെ ഒറ്റ സ്ട്രെച്ചിന് ഇങ്ങനെ പോയേക്കുവാണ്. ഇതൊരിക്കലും ഒരു ഹെൽത്തി മാർക്കറ്റ് അല്ല. ഒരിക്കലും നമുക്ക് ഇങ്ങനെയുള്ള മാർക്കറ്റിനെ നമ്പാൻ പറ്റത്തില്ല. ഏത് നിമിഷവും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. ബട്ട് എൻ്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു നിഗമനം പ്രകാരം മാർക്കറ്റ് ഇപ്പോൾ ഇതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ. ഇത് നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു ഹെൽത്തി മാർക്കറ്റായിട്ട് മാർക്കറ്റിന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്ന് ഒന്ന് റീടെസ്റ്റ് ചെയ്യണം. ഈ ഒരു പോയിന്റ് 23,818. ഈ ടോപ്പ് കണ്ടോ? ഈ ടോപ്പ്. അപ്പോൾ ഇവിടെ ഒരു ട്രിപ്പിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇത് ഓൾറെഡി എന്താ പറയുന്നത്, ബ്രേക്ക് ഔട്ട് ചെയ്ത് മേലോട്ട് കടന്നു പോയി. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ പോയിന്റ് റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോയത് നേരെ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള സാധ്യത, അതായത് 24,127 ഒരു 300-350 പോയിൻറ്റിൻ്റെ ഒരു ഡൗൺ. ഓക്കെ, ഈ റേഞ്ചിലോട്ട് വന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നതായിരിക്കും അഭികാമ്യം. മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിനും മാർക്കറ്റിലെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ചും ഒരു ഹെൽത്തി മാർക്കറ്റായിട്ട് ഒരു നല്ല ബുള്ളിഷ് മൊമെൻ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്ത് പോകണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതും ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പോയിന്റ് ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ വരെ വരുമെന്നൊന്നും അറിയത്തില്ല, പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ വന്ന ഒരു റീട്രേസ്മെൻറ്റ് മാർക്കറ്റ് നടത്തിയെങ്കിൽ മാത്രമേ മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് പോകാനുള്ളൊരു ഊർജ്ജം മാർക്കറ്റിന് കിട്ടത്തുള്ളൂ. അപ്പോൾ അല്ലാതെ ഇവിടെ നേരോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും മാർക്കറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് വരും, മാർക്കറ്റ് ഒടിഞ്ഞ് താഴെ പോകും. നിങ്ങൾക്കറിയാമല്ലോ, ഒരു നീളമുള്ള ഒരു കമുകവും തടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരക്കഷ്ണമോ ഇങ്ങനെ വളരെ നീളത്തിൽ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇതൊരിക്കലും സസ്റ്റെയിൻ ചെയ്യത്തില്ല, അല്ലേ? ഇങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇത് ഉയരം ഇങ്ങനെ കൂടും തോറും ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേ സംഭവം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. 9 ദിവസം കൊണ്ട് 500 പോയിന്റ് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നല്ല ഒരു ഇതല്ല. ഓക്കെ, ബുള്ളിഷ് മൊമെൻറ്റ് കയറി സംഭവിച്ചു, ന്യൂസിൻ്റെ പുറത്ത് മാർക്കറ്റ് കയറി. പക്ഷേങ്കിൽ എപ്പോഴും അതൊന്ന് റീട്രേസ് ചെയ്ത് കയറി പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. എങ്കിലും മാർക്കറ്റിൽ കണ്ടുവരുന്ന ഒരു വിശേഷം ഞാനിങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഒന്ന് നോക്കാം. അതിന് മുന്നേ ഞാൻ നമ്മുടെ ആദ്യത്തെ വാട്സപ്പ് ഗ്രൂപ്പ് ഫുള്ളായി. അതിനകത്ത് ഒത്തിരി പേര് 90 പേരോളം ഇപ്പം ഓൾറെഡി പെൻഡിങ് കിടപ്പുണ്ട് അതിനകത്തിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി. പക്ഷേ അതിനകത്ത് സ്ഥലമില്ല കയറാൻ. അത് ഓൾറെഡി ഫുള്ളായി. അപ്പോൾ അതുകൊണ്ട് രണ്ടാമതൊരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് 90 പേര് പെൻഡിങ് കിടക്കുന്നവർ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അവിടെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം. അതുപോലെ തന്നെ നമ്മുടെ നിലവിലുള്ള ഗ്രൂപ്പിലുള്ളവരാരും അവിടെ കയറി പണിയല്ല. പണി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടിടത്തുനിന്ന് പുറത്ത് പോകും, അത് മനസ്സിലാക്കണം. കാരണം ഞാൻ അതിനകത്ത് 2-3 പേരെ കണ്ടു, അപ്പുറത്തും ഇപ്പുറത്തും കൂടെ. പ്രത്യേകിച്ച് ഇവിടെ വലിയ സംഭവവാസങ്ങളൊന്നും ഇല്ല. അവിടെ കൊടുക്കാത്ത ഒരു കാര്യങ്ങളും ഇവിടെ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അപ്പുറത്തെ ഗ്രൂപ്പിലുള്ളവർ ചാടി കയറി ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കയറാൻ ശ്രമിക്കരുത്. ഞാൻ കണ്ടു 2-3 പേരെ. അങ്ങനെ കാണുന്നവരെ രണ്ടിടത്തും ഞാൻ പുറത്താക്കും. ഓക്കെ, അതുകൊണ്ട് അവിവേകം ഒന്നും ആരും കാണിക്കരുത്. ഇപ്പോൾ ഒരു കാര്യം, അവിടുത്തെ കോപ്പി തന്നെ ആയിരിക്കും ഇവിടെയും ഞാൻ തരുന്നത്. ഓക്കെ, അതുകൊണ്ട് കയറാൻ ഒത്തിരി പേരിങ്ങനെ പേഴ്സണൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ചേട്ടാ ഞങ്ങളെ ഇവിടെ കയറ്റുമോ എന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് രണ്ടാമത് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. പണ്ടൊക്കെ ഒത്തിരി പേര് പുറത്ത് പോയിട്ടുണ്ട്, അവരൊക്കെ ഇങ്ങനെ വെളിയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം അവർക്കൊക്കെ ജോയിൻ ചെയ്യാനുള്ളൊരു അവസരമാണ്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇതിലിട്ടേക്കാം. അപ്പം നമുക്കിനിയിപ്പം 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് തിരിച്ചു വരാം. തിരിച്ചു വന്നിട്ട് നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഇതോടെ ഇനിയിപ്പം നമുക്കുള്ളത് വെച്ചാൽ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു. അടുത്ത ഹൈ ഇതാണ്, ഇല്ലേ? ഇങ്ങനെ എടുത്താൽ മതി, 24,237. അപ്പം ഇതിനകത്തിൽ ഇനിയിപ്പോൾ താഴെ ഒരു ബോട്ടം പറയാനുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെ കറക്റ്റ് ബോട്ടം ആയത്. ഈ ബോട്ടം തന്നെയാണ്. ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ.
ഓക്കെ, ഇത് തന്നെ ഈ ഒരു ബോട്ടം തന്നെ അങ്ങനെ ഇരുന്നോട്ടെ. കാരണം ദാ ഇവിടെ 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 ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇൻട്രാഡേ ബേസിസിലാണ്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നോക്കിയേ 24, 127, 237 ഇതിനിടയ്ക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഒരു പക്ഷെങ്കിൽ നാളെ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത ഉണ്ട്. നാളെ ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത ഉണ്ട്. കാരണം US മാർക്കറ്റ് 450 പോയിൻറ്റ് ഫ്യൂച്ചർ ഇപ്പം 450 പോയിൻറ്റ് പ്ലസ്സിലാണ് ഓടുന്നത്. അതുപോലെ നാസ്ഡാക്കും 200 പോയിൻറ്റിന് പ്ലസ്സിലാണ് ഓടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ നാളെ ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത ഉണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റിയും ഒരു പോസിറ്റീവ് ട്രെൻഡിലാണ് ഓടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ മുകളിൽ ഈ 24,237 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്ത് നേരെ തിരിച്ചു പോകുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അല്ല ഇത് പൊട്ടി താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുക. എന്തായാലും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു കൃത്യമായ ധാരണ മാർക്കറ്റിനെ പറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് വളരെ ഒരു വയലൻ്റായിട്ടുള്ള മൂവ്, അല്ലെങ്കിൽ ഒരു വല്ലാത്ത രീതിയിലുള്ളൊരു മൂവ്മെൻ്റാണ് മാർക്കറ്റിൽ. കാരണം ന്യൂസുകൾക്ക് പുറകെയാണ് മാർക്കറ്റ് പോകുന്നത്. ഇപ്പം JD വാൻസ് നമ്മുടെ ഇന്ത്യയിലുള്ളതുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും പോസിറ്റീവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് മാർക്കറ്റ് പോകും, അല്ല നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് മാർക്കറ്റ് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടും ചെറിയ ചെറിയ ലാഭം എടുത്ത് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് പോകാൻ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടപ്പുണ്ട് 24,500 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഇവിടെ കിടപ്പുണ്ട്. 24,237 അങ്ങനെയാണ് 200 പോയിൻ്റ് ട്രാവൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എനിവേ നമുക്ക് നോക്കാം മാർക്കറ്റ് നാളെ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യാം. താഴോട്ട് അല്ല, ഇവിടെ അകത്ത് വന്ന് താഴോട്ട് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ താഴോട്ട് നോക്കാം. അല്ലെങ്കിൽ ഇതിന് ഗ്യാപ്പ് അപ്പ് മേളിൽ ഓപ്പൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് നോക്കുക. ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുകയാണെങ്കിൽ അങ്ങനെ നോക്കാം. അല്ല ഇത് ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്ത് മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ യുക്തം പോലെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്കറിയാം ഞാനിപ്പം വളരെ ക്ലാരിറ്റി കുറച്ചാണ് പറയുന്നത്, ശരിയാണ്. പക്ഷേ നമുക്ക് മാർക്കറ്റ് അതിന് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ വെള്ളമില്ലാത്തടത്ത് മുങ്ങാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, നമുക്ക് ഒരു കൺവിക്ഷൻ, എനിക്കൊരു കൺവിക്ഷൻ ഉണ്ടെങ്കിലേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അങ്ങനെയൊന്നും പറയാനേ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് ട്രെൻഡിനകത്ത് പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ബാങ്ക് നിഫ്റ്റിക്കാരോട് പറയാനുള്ളത്, ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ ഓൾ ടൈം ഹൈ അടിച്ചടിച്ച് പോകണം. അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ 9 ദിവസം കൊണ്ട് ഏകദേശം 6,500 പോയിൻറ്റോളം അളന്ന് വേണേൽ ഞാൻ കാണിക്കാം. നോക്കിക്കോ, ഏകദേശം ഇവിടെൻ്റെ ബോട്ടം ഇവിടുന്ന് നോക്കിക്കേ, ഏകദേശം 6,700 പോയിൻറ്റോളം 9 ദിവസം കൊണ്ട് ബാങ്ക് നിഫ്റ്റി ട്രാവൽ ചെയ്തു. ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പം ഇവിടെയും ബാങ്ക് നിഫ്റ്റിക്കും ഇവിടെ ഞാൻ ഡേ വൈസിലേ പറയുന്നുള്ളൂ, ഇൻട്രാഡേ വൈസിലൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഇവിടെയും ബാങ്ക് നിഫ്റ്റിക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു സംഭവം വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ ഇതൊരു കൊടിമരം പോലെ പോവുകയാണ്. ഇത് ഒരാശ്വാസ്യമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യണം, ഈ 54,473 ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്യണം. ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്ത് വേണം ഇങ്ങനെ കയറി പോകാൻ. ഇങ്ങനെ പോയെങ്കിൽ മാത്രമേ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള പോക്കാകത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ബേസിൽ ഈ ഒരു റേഞ്ച് കണ്ടോ, ഈ ഒരു ബോക്സ് കണ്ടോ, ഈ ബോക്സിനകത്ത് വന്ന് കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് തിരിച്ചിങ്ങനെ കയറി പോകണം. എന്നെങ്കിൽ മാത്രമേ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പോക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ മുകളോട്ട് പോകാനുള്ളൊരു ഊർജ്ജം ഒരു എനർജി മാർക്കറ്റും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു റീട്രേസ്മെൻറ്റ് നടക്കണം. അത് ഇവിടെ ആയാലും നിഫ്റ്റിയിലായാലും അങ്ങനെ നടന്നെങ്കിലേ ഒരു നല്ല മാർക്കറ്റ്, അല്ലെങ്കിൽ വളരെ വലിയ പൊട്ടൽ നമ്മൾ കാണേണ്ടി വരും. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പം അത് നോക്കി കണ്ട് ട്രേഡ് ചെയ്യുക. ലെവലുകളൊന്നും എനിക്ക് പറയാൻ, കാരണം മോളോട്ട് ലെവലുകൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഓൾ ടൈം ഹൈ പൊട്ടി മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് 57,000 ഒക്കെ നമുക്ക് നോക്കാം. 57,000 ഒക്കെ സൈക്കോളജിക്കൽ സപ്പോർട്ടായിരിക്കും. അത് നമുക്ക് നോക്കാം എത്രത്തോളം വരുന്നുണ്ടെന്നുള്ളത് നോക്കി കണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഞാൻ പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ HDFCയെ, ICICI, കോട്ടക്കിനെ, ഈ 3 ബാങ്കുകൾ നോക്കി വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണോ ആ വഴിക്കായിരിക്കും മാർക്കറ്റ് പോകാനുള്ള സാധ്യത. അത് നിങ്ങൾ മറന്നുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു, ഈ കോട്ടക് ബാങ്കിൽ ഒരു പക്ഷെങ്കിൽ കോട്ടക് ബാങ്കിലും HDFCയിലും പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത വളരെ കൂടി, 3ലും പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കണ്ടിട്ട് വേണം നിങ്ങൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ. അപ്പം ഏത് നിമിഷം പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ ആദ്യം HDFCയുടെ FIAസിൻ്റെ ഫേവറേറ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് HDFC ആണ്. FIAസിൻ്റെ ഫേവറേറ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ HDFC. അവരാണ് ഈ HDFCയിലാണ് അവർ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും അവരുടെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന എല്ലാം HDFC വാങ്ങുകയും വിൽക്കുകയും ചെയ്താണ് അവർ
അവരുടെ ട്രേഡുകൾ അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ബുക്കിംഗ് വരുവാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ബുക്കിംഗ് വരുവാണെങ്കിൽ ആദ്യം വീഴുന്നത് HDFC ആയിരിക്കും, പിന്നെ കോട്ടക്ക് വീഴും, പിന്നെ ICICI വീഴും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലിരിക്കുക. ഓക്കെ, ഞാനീ പറയുന്നതിനോട് എതിരഭിപ്രായമുള്ള ആൾക്കാർ കാണും, ബട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കത് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ തള്ളിക്കളയാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മിഡ് ക്യാപ്പ് കൂടെ നോക്കാം. മിഡ് ക്യാപ്പും ഈ പറയുന്ന പോലെ തന്നെ ഇന്ന് വളരെ ഭീകരമായിട്ടാണ് മിഡ് ക്യാപ്പ് മൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ലെവൽ ഇവിടെ വരച്ചിട്ടിട്ടുണ്ട്. അടുത്ത ലെവൽ 12,205, പിന്നെ 12,390. ഇത് കടന്ന് മേലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വലിയ വലിയ ലെവലുകളൊക്കെ കാണേണ്ടി വരും. എനിവേ, ഇതിനകത്ത് എന്തെങ്കിലും സംഭവിക്കുന്നു, ഈ 12,390, ഈ 12,390 വളരെ പിന്നെ ക്രൂഷ്യലായിട്ടുള്ളൊരു ലെവലാണ്. അവിടെ വന്നിട്ട് അതിന് ശേഷം എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഈ ടോപ്പിൽ എന്ത് സംഭവിക്കുന്നതെന്ന് നോക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഒരു സംഭവം ഞാൻ ചെറുതായിട്ട് ഇപ്പോൾ ഇവിടെ കണ്ടതാണ്. നോക്കിയപ്പോൾ എനിക്ക് തോന്നിയതാണ്, ഈ മിഡ് ക്യാപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കുക, ഒരു ഇങ്ങനൊരു സംഭവം ഇല്ലെങ്കിൽ ഇത് വേണ്ട, ഇങ്ങനെ വേണം വരയ്ക്കാം. ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടാം. ഇങ്ങനെയായിട്ട് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഇതിങ്ങനെ വന്ന് ഇങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ചുമ്മാ അതിൻ്റെ ഒരു സാധ്യത മാത്രം പറഞ്ഞതാണ്. ഇതേ ചൊല്ലി നിങ്ങൾ ഊളത്തറ പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ പൊങ്കാലയിടാൻ വരില്ല. ഞാൻ ജസ്റ്റ് കണ്ടത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പം അത് നോക്കി എന്തായാലും ഈ 12,390 നിങ്ങൾക്കൊരു ക്രൂഷ്യലായിരിക്കും. അപ്പോൾ അതിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ട് പോകുമെന്നുള്ളത് വളരെ നിർണായകമാണ്. ഇത് കടന്നു പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ ഓൾ ടൈം ഹൈയിലോട്ട് തന്നെ, പഴയ പ്രീവിയസ് ഹൈയിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇതും ഈ പറയുന്ന പോലെ തന്നെ 9 ദിവസം കൊണ്ട് മാർക്കറ്റ് ഏകദേശം 378, 378, ഏകദേശം 2,000 പോയിൻറ്റ് മിഡ് ക്യാപ്പിൽ 9 ദിവസം കൊണ്ട് ട്രാവൽ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ പറയുന്നത് ഒരുപോലെ ഈ പറയുന്നത് കൊടിമരം പോലെ പോവുകയാണ്. ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നോക്കിക്കണ്ട് മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനുള്ള ശ്രമിക്കുക. ഇപ്പോൾ വന്ന് കമൻറ്റ് വളരെ കുറവാണ്. അപ്പം നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ. ഞാൻ ഈ പറയുന്ന ലെവലുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ, ഗുണം വരുന്നുണ്ടോ എന്നുള്ളത് അറിയുവാണെന്നുണ്ടെങ്കിൽ എനിക്കതൊരു സന്തോഷമായിരിക്കും. അത് മാത്രമല്ല, ഈ ചാനൽ ആരെങ്കിലും വന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ചാനൽ കാണുന്നതിന് മുന്നേ വന്ന് നോക്കുന്നത് ഇതിൻ്റെ കമൻറ്റുകളായിരിക്കും. ആ കമൻറ്റിൽ എന്താണ് എഴുതിയേക്കുന്നത് നോക്കിയിട്ട് മാത്രമായിരിക്കും ചിലപ്പം വീഡിയോകൾ കാണാൻ ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നല്ലതായാലും അഴുക്കായാലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.